ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആശീഷമാരിയുണ്ടാകും, വീണ്ടും നല്ലുണർവുണ്ടാ, കുന്നുപള്ളകളിന്മേലും കേൾവൻ മഴയിൻ സ്വരം. ആശീഷമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി, വന്മഴ താ ദൈവമേ. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരക്കുളം. മഹോന്നതനായിരിക്കുന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. തൃപ്പാദമെന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയവുമായി നാം ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതായിരിക്കുന്ന പഴയ നിയമത്തിലെ യഹോവയുടെ ദൂതൻ എന്ന വ്യക്തിയെക്കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ഈ പ്രഭാതത്തിൽ ഒരുങ്ങുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ളതായ വചനഭാഗങ്ങളാണ് ഈ പ്രഭാതത്തിൽ നാം ധ്യാനിച്ച് പഠിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ആരംഭിക്കുന്നത് മോശെ എന്ന പ്രവാചകൻ ഇപ്പോൾ യിത്രോ എന്ന തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിൽ ആയിരിക്കുകയാണ്. ഹോരേബ് പർവ്വതത്തിലായിരിക്കുന്ന മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുന്നു, അല്ലെങ്കിൽ ദൈവദൂതൻ പ്രത്യക്ഷനാകുന്നതായിരിക്കുന്ന ഭാഗം നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത്. യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്ത് എന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വായിച്ചതായിരിക്കുന്ന വാക്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് യഹോവയുടെ ദൂതൻ എന്ന് പറയുന്ന എന്ന നാമമുള്ള ഒരു വ്യക്തിയാണ് മുൾപ്പടപ്പിൽ നിൽക്കുന്നത്. ഒരു വലിയ മുൾപ്പടപ്പ്, ആ മുൾപ്പടപ്പ് തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ മുൾപ്പടപ്പ് പെട്ടെന്ന് തീ കൊണ്ടുള്ള ആ ശക്തമായിരിക്കുന്ന ചൂടിൽ അമർന്നു പോകുന്നില്ല, അത് ചാരമായി മാറുന്നില്ല. ഈ കാഴ്ച ഭീകരമായിരുന്നു. ഈ കാഴ്ച വളരെ വിസ്മയം നിറയുന്ന ഒരു വസ്തുതയായിരുന്നു. ഇത് എന്ത് എന്ന് കാണാനായിട്ട് ധൈര്യശാലിയായിരിക്കുന്ന മോശെ ആ മുൾപ്പടപ്പിന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുകയാണ്. ആദ്യം യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിത്വത്തെ കുറിച്ച് പിന്നെ നമ്മൾ വായിച്ചത് 3-ന്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവ കണ്ടപ്പോൾ എന്നാണ്. മോശെ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. അതിനുശേഷം യഹോവയാണ് മുൾപ്പടപ്പിൽ നിന്നതെന്നും യഹോവ അവനെ കണ്ടു എന്നും മാത്രമല്ല, അവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുന്നു എന്നും പറയുന്നു. സാധാരണയായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷമാകുമ്പോൾ, അതായത് മീഖായേൽ, ഗബ്രിയേൽ ഇങ്ങനെയുള്ള ദൂതന്മാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രത്യക്ഷമായപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ചെരുപ്പിന്റെ വാറുകൾ അടിച്ചു മാറ്റുക എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വെളിപ്പെടുന്ന ദൈവം കേവലം ഒരു യഹോവയുടെ ദൂതനല്ല, പിന്നെയോ ഇവിടെ വെളിപ്പെടുന്നത് മഹാദൈവമാണ്. വീണ്ടും അത് വ്യക്തമാക്കുന്നു. 6-ാം വാക്യം നോക്കുക, 3-ന്റെ 6-ാമത്തെ വാക്യം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും
ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. വീണ്ടും ദൈവനാമം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നാം വീണ്ടും ചിന്തിച്ചു പഠിച്ചുകൊള്ളുക, യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിൽ ആദ്യം പ്രത്യക്ഷമാകുന്ന വ്യക്തിത്വം പിന്നെ യഹോവ എന്ന നാമത്തിൽ, ദൈവം എന്ന നാമത്തിൽ വീണ്ടും വെളിപ്പെടുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തുന്നു എന്ന വചനം ഈ ഭാഗവുമായി ചേർത്ത് പഠിക്കുമ്പോൾ ഇവിടെ പ്രത്യക്ഷനാകുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പുറപ്പാട് 3:13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശെ തനിക്ക് പ്രത്യക്ഷനായിരിക്കുന്ന യഹോവയുടെ ദൂതനോട് അല്ലെങ്കിൽ ദൈവത്തോട്, യഹോവയോട് നിന്റെ പേര് എന്ത് എന്ന് ചോദിക്കുകയാണ്. 14 വാക്യത്തിൽ ദൈവം അതിന് നൽകുന്നതായിരിക്കുന്ന മറുപടി മോശയോട് പറയുകയാണ്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. എന്തോ ഒരു നാമമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇങ്ങനെ ഒരു നാമത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, ഒരു ദൂതനുണ്ടോ, ഒരു ദൈവമുണ്ടോ? ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവം. ഞാൻ ആകുന്നു എന്നുള്ളതായിരിക്കുന്ന ഈ പ്രയോഗം നമ്മുടെ കർത്താവ് ലോകത്തായിരുന്നപ്പോൾ പലപ്പോഴും പ്രയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതായിരിക്കുന്ന മൊഴികളിൽ അതുണ്ടായിരുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിച്ചു, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ? കർത്താവ് അപ്പോൾ നൽകിയ മറുപടി ഞാൻ ആകുന്നു എന്നാണ്. ഗതസമനയിൽ കർത്താവിനെ പിടിക്കാനായി പട്ടാളക്കാർ വന്നപ്പോൾ നിങ്ങൾ ആരെ തിരയുന്നു എന്നുള്ള ചോദ്യത്തിന് നസ്രനായിരിക്കുന്ന യേശുവിനെ എന്ന അവർ മറുപടി നൽകിയപ്പോൾ കർത്താവ് അവിടെയും ഇതേ പ്രയോഗം നടത്തി. കർത്താവ് പറഞ്ഞു, ഞാൻ ആകുന്നു. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതും ആ കർത്താവിന്റെ ശക്തിയേറിയതായിരിക്കുന്ന വചനത്തിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാതെ ശക്തന്മാരായ പടയാളികൾ നിലത്ത് വീണതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷ അവസാന ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചുകൊള്ളുക, പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്ന വെളിപ്പെടുന്ന വ്യക്തിത്വം അവിടുന്ന് ദൈവമായി മാറുന്നു. മാത്രമല്ല അവിടുന്ന് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയാസ്തിക്യമുള്ള ദൈവമാകുന്നു, അഥവാ ഞാൻ യഹോവയാകുന്നു, ഞാൻ ഉണ്ടായിരുന്നവനാകുന്നു എന്ന് അവിടെ വെളിപ്പെടുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പൂർണ്ണമായും വെളിപ്പെടുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. മോശേ മോശേ എന്ന് വിളിക്കുന്നവനായ കർത്താവ്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നവനായ കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശീമോനെ ശീമോനെ എന്ന് വിളിക്കുന്നു, മാർത്തയെ മാർത്തയെ എന്ന് വിളിക്കുന്നു, മറിയെ എന്ന് വിളിക്കുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന അതേ സ്വരം പുതിയ നിയമത്തിലും കാണുവാൻ തക്കവണ്ണം കഴിയും. ഇത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത തന്നെയാണ്. അവിടുന്ന് ഉണ്ടായിരുന്നവനാണ്, അവിടുന്ന് മഹാദൈവമാണ്. കന്യകയുടെ മകനായി അവിടുന്ന് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നവനാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു പുതിയ അറിവോടുകൂടി ഈ കർത്താവിൻ്റെ തൃപ്പാദങ്ങൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ആണിപ്പാടുകളേറ്റ് നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചവനാകുന്ന ഈ ക്രിസ്തു മഹാദൈവമാണ്. അവിടുന്ന് യഹോവയാണ്. അവിടുന്ന് യഹോവയുടെ ദൂതനായി പഴയ നിയമത്തിൽ വെളിപ്പെട്ട സർവശക്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ഭക്തിയോടുകൂടി, ഭയത്തോടുകൂടി ഈ പ്രഭാതത്തിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കാം. കർത്താവിൻ്റെ മഹത്വത്തിനായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നൽകി ദൈവമാകുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.